കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലിൻ കഷ്ണം സ്വീകരിക്കാൻ ഓടുന്നവരെ പോലെ കോൺഗ്രസുകാർ കൂട്ടത്തോടെ BJP-യിലേക്ക് ചേക്കേറുന്നു. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ഒന്നൊന്നായി BJP-യിലേക്ക് പോകുന്നു. ധർമ്മടത്ത് തനിക്കെതിരെ മത്സരിച്ച കോൺഗ്രസ് നേതാവാണ് കണ്ണൂരിൽ ഇത്തവണ NDA സ്ഥാനാർത്ഥി. കോൺഗ്രസുകാർ ജയിച്ചാൽ കോൺഗ്രസായി നിൽക്കുമോ എന്ന് ആർക്കെങ്കിലും ഗ്യാരണ്ടി പറയാൻ കഴിയുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. എല്ലിന് കഷ്ടപ്പെട്ട് കൊടുത്താൽ ഓടുന്ന ചില ജീവികളില്ലേ, ആ സീസ് പിന്നാലെ ഓടുന്ന ഒരു രീതി കോൺഗ്രസിന്റെ ഭാഗം. ജയിച്ചാൽ കോൺഗ്രസായി നിൽക്കുമോ? ആർക്കെങ്കിലും അങ്ങനെ ഗ്യാരണ്ടി പരസ്യമായി പറയാൻ പറ്റുമോ? നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഭാഗമായി ഈ കോൺഗ്രസ് മാറുന്നു എന്നാണ് അന്ന് കണ്ടത്. കൃത്യമായി വിലയുറപ്പിച്ചു നിൽക്കുകയാണ്. വേണ്ടി വന്നാൽ ഞാൻ BJP-യിലേക്ക് പോകും, നിങ്ങളെ അതിന്റെ ഇഷ്യൂട്ട് വേണ്ട എന്ന് പറഞ്ഞത് ആരായിരുന്നു? ഇവിടുത്തെ BJP-യുടെ സ്ഥാനാർത്ഥിയുടെ പേരെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് ധർമ്മടത്ത് അദ്ദേഹം മത്സരിച്ചതാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട്. 2.5 വർഷമാണല്ലോ കഴിഞ്ഞത് പിന്നിട്ടത്. അപ്പോഴേക്ക് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് BJP സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്ന. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പത്മജ വേണുഗോപാലിന്റെ പാർട്ടി മാറ്റത്തിൽ വിമർശിച്ചും പരിഹസിച്ചും നേതാക്കൾ രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനം തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഗുണം ചെയ്യുമോ, കോൺഗ്രസിനെ അത് പ്രതിരോധത്തിലാക്കുമോ? ഈ ചോദ്യമാണ് ഇന്ന് പൊതുജനങ്ങൾക്ക് മുമ്പിലേക്ക് ഞങ്ങൾ വെച്ചത്. കാണാം പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ, ഉത്തരങ്ങൾ. ഈ കോൺഗ്രസ്സുകാർ കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും ശരിയല്ലാത്തതുകൊണ്ട് ഇങ്ങനെ BJP-യിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശരിക്കുള്ള ന്യായം. എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും പറയാല്ല മാഷെ. കാരണം എന്നറിയാം, ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോകുന്ന കൂട്ടത്തില്ല. എന്നെപ്പോലെ ഒരു സാധാരണ പേര് ഒരു വോട്ടിൻ്റെ അവകാശം മാത്രമേ ഉള്ളൂ. എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. അപ്പോൾ അവസരമൊക്കെ കിട്ടിയ ആളാണ്. അങ്ങനെ ഒരു പാർട്ടിയെ വഞ്ചിച്ച് BJP-യിൽ ചേരുന്നതുകൊണ്ട് പെട്ടെന്നൊരു ഗുണം BJP-ക്ക് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യയിൽ പല സംസ്ഥാനത്തും നടന്ന രാഷ്ട്രീയ കുതിരക്കച്ചവടവുമായി ബന്ധപ്പെട്ട ചിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും, കോൺഗ്രസ്സുകാർ ഈ ജനങ്ങളുടെ ഈ മാൻഡേറ്റൊക്കെ മറന്നുകൊണ്ട് BJP-യിലേക്ക് കൂട്ടമായിട്ട് പലായനം ചെയ്യുന്ന ഒരു കാഴ്ച നാം കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു രണ്ടക്കം തേക്കും എന്നുള്ള രൂപത്തിൽ. ഇപ്പം മനസ്സിലാവുന്നുണ്ട് ഏതൊക്കെ ആളുകളാണ് ഈ രണ്ടക്കം തേക്കാൻ പോകുന്നതെന്ന്. ഈ രണ്ട് ഗ്രൂപ്പിൽ നിന്നും പ്രധാനപ്പെട്ട വ്യക്തികൾ, എൻ്റെ ഏറ്റവും അടുത്തടുത്ത ആളുകൾ പോകുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്കിതെല്ലാം തിരിച്ചറിയാം. ഈ കോൺഗ്രസ് ഈ കളി കളിക്കുന്നുള്ള ഈ ഇവിടുത്തെ LDF നേരത്തെ പറഞ്ഞതാണ്.